സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ പുതുതായി പണികഴിപ്പിച്ച ക്യാന്റീൻ, പ്രവേശന കവാടം എന്നിവയുടെ നവീകരിച്ച മറ്റ് അനുബന്ധ സൗകര്യങ്ങളോടെയും പ്രവർത്തനോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. പിറവം നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 22 ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരസഭയുടെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 22 ലക്ഷം രൂപ ചിലവിൽ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ പണികഴിപ്പിച്ച ക്യാന്റീൻ, ജനറേറ്റർ, പ്രവേശന കവാടം എന്നിവയുടെയും നവീകരിച്ച മറ്റ് അനുബന്ധ സൗകര്യങ്ങളുടെയും പ്രവർത്തനോദ്ഘാടനം പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. അഭിമാനമുള്ള ഒരു ദിവസമാണ് ഇന്ന്. നമ്മൾ നഗരസഭയിലെ ഫണ്ട് ഉപയോഗിച്ച് 2024-25 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 22 ലക്ഷം രൂപയോളം മുടക്കി നമ്മൾ നല്ല രീതിയിൽ ഒരു ക്യാൻറ്റീൻ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനറേറ്റർ, മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇലക്ട്രിഫിക്കേഷൻ വീണ്ടും നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഏകദേശം 1.5 കോടി രൂപയോളം മുടക്കി വിവിധ രീതിയിലുള്ള ആശുപത്രിയുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുബന്ധ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിരവധി പദ്ധതികൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിറവം നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KP സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സലീം PR പദ്ധതി വിശദീകരണം നടത്തി. സാമ്പത്തിക സഹായത്തോടുകൂടിയുള്ള മധുരം മാതൃത്വം 1 കോടി രൂപ ചെലവിലുള്ള വർക്ക് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ നഗരസഭ ഈ മറ്റു ഏജൻസികളിൽ നിന്ന് കിട്ടുന്നതിന് പുറമെ അതിലൊരു സുമക്ക വേണം, അത് കൊണ്ടുതരില്ല. അതിനു പുറമെ നഗരസഭ വലിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് പിന്നിട്ട 4 വർഷത്തിനിടയ്ക്ക് 1,30,00,000 രൂപ 35 ലക്ഷം രൂപയാണ് നമ്മുടെ ഈ നഗരസഭയുടെ കീഴിൽ ഈ ആശുപത്രിക്ക് വേണ്ടി ഇതിനോടകം തന്നെ ചെലവഴിക്കപ്പെട്ടിട്ടുള്ള വർഷം. മുനിസിപ്പാലിറ്റി ഒട്ടാകെ ആരോഗ്യരംഗത്തുണ്ടായ മാറ്റങ്ങൾ നമ്മുടെ സ്ഥാപനം വഴി ഈ നാട്ടുകാർക്ക് മാത്രമല്ല, സമീപസ്ഥ പഞ്ചായത്തുകളിലെ സമീപസ്ഥ ജില്ലകളിലെ പോലും ആളുകൾക്ക് അവരുടെ ആരോഗ്യരംഗത്ത് കുറെ അധികം മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു എന്നത് വലിയ ഭാഗ്യവും. പൊതുമരാമത്ത് കാര്യ സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ വത്സല വർഗീസ്, കൌൺസിലർമാരായ ഏലിയമ്മ ഫിലിപ്പ്, ഡോക്ടർ അജേഷ് മനോഹർ, ജോജിമോൻ ചാരുപ്ലാവിൽ, P ഗിരീഷ് കുമാർ, പ്രശാന്ത് മമ്പുറത്ത്, മോളി വലിയകട്ടയിൽ, HMC അംഗം മോഹൻദാസ് മുകുന്ദൻ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ഏലിയാസ്, ഡിവിഷൻ കൌൺസിലർ അന്നമ്മ ഡോമി എന്നിവർ സംസാരിച്ചു. ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് ആയുർവേദത്തെ സംബന്ധിച്ച്. കർക്കിടക 1-ാം തീയതിയാണ്. യാദൃച്ഛികമായിട്ടാണ് ഇത് ഉദ്ഘാടനം വെച്ചത് എന്നാണ് ഡോക്ടർ പറയുന്നത്. എങ്കിൽ തന്നെയും ആയുർവേദ ആചാര്യപ്രകാരം കർക്കിടക മാസം എന്നുള്ളത് വളരെയധികം പ്രാധാന്യമേറിയ ഒരു ദിവസമാണ്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.